മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. എക്സാലോജിക് CMR ഇടപാടിൽ അന്വേഷണം വേണം എന്നാണ് ആവശ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? റീജിത്ത് ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഇതിൽ വിധി പറയാൻ പോകുന്നത്. അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവിന്റെയും മാത്യു കുഴൽനാടൻ MLA-യുടെയും പുനഃപരിശോധനാ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നതും അതിലാണ് ഇന്ന് വിധി പറയാൻ പോകുന്നതും. ക്രിമിനൽ കമ്പനിയായ CMR-ൽ നിന്നും രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രിയുടെ മകളും പണം കൈപ്പറ്റിയതിൽ വിജിലൻസ് അന്വേഷണം വേണം, ഇതാണ് ആവശ്യം. CMR-ൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ പേരിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയിൽ 1,72,00,000 രൂപ കോടതി നേരിട്ട് അന്വേഷിക്കണം എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതോടൊപ്പം മകൾക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടനും അതോടൊപ്പം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് കുമാറും ഉന്നയിച്ചിട്ടുള്ളത്. കോടതി അതിൽ വിശദമായ വാദം കേട്ടു. ഇന്നത് വിധി പറയാൻ വെച്ചിരിക്കുന്നു. 1:45 ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഇതിൽ വിധി പറയും. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ് ഇത് ആദ്യഘട്ടത്തിൽ ഗിരീഷ് കുമാറിന്റെ ഹർജിയാണ് കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഇതിനിടെ ഗിരീഷ് കുമാർ അന്തരിച്ചു. പിന്നീട് സിംഗിൾ ബെഞ്ച് ഇതിനു മുൻപ് ഈ ഹർജി ഒരു തവണ തള്ളിയതാണ്. അതിനുശേഷമാണ് ഇതിപ്പോൾ വീണ്ടും റിവിഷൻ ഹർജി കോടതിയിൽ നൽകിയിരിക്കുന്നത്. എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അഭയ് എസ് ഓഖ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയതിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. മലയാളി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇതിൽ സുപ്രീം കോടതിയുടെ 3-അംഗ സമിതിയുടെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഈ ആവശ്യവുമായി ഒരു ഹർജി, ഇങ്ങനെ FIR ഇട്ട് അന്വേഷിക്കണം, പോലീസിന്റെ അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിലെത്തുന്നത്. അതിന്ന് പരിഗണിക്കാൻ പോകുന്നു. വളരെ നിർണായകമാണത്. വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി. ഈ ഹർജി മലയാളി അഭിഭാഷകനായ മാത്യു നെടുമ്പാറയാണ് ഹർജിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിക്കുന്നതിനിടെ ആ ഹർജി എന്നുള്ളത് ഈ 3-അംഗ സമിതി രൂപീകരിച്ചത് പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇത്തരത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ ജഡ്ജിമാരുടെ സമിതി രൂപീകരിച്ചത് അനാവശ്യമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ഈ സംഭവത്തിൽ പോലീസിനോട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം എന്നുള്ളത്. ജസ്റ്റിസ് അഭയ് എസ് ഓഖ, ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. 2010 ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ബില്ല് പുനഃപരിശോധിക്കുന്നത് അടക്കം ജുഡീഷ്യൽ അഴിമതി തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇത്തരത്തിൽ ആ സമിതിയെ പോലും ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് തന്നെ സുപ്രധാനമായ ഒരു നീക്കമായാണ് വിലയിരുത്തുന്നത്. എന്നാൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളിയിരുന്നെങ്കിലും ഇന്ന് പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ അത് സുപ്രധാനമാകും. അതേസമയം ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 3-അംഗ അന്വേഷണ സമിതി ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗിൽ നിന്നും 6 മണിക്കൂറോളം മൊഴിയെടുത്തിരുന്നു. അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം എന്നുള്ളത് പണം കണ്ടെത്തിയില്ല എന്നും പണം കണ്ടെത്തിയതായി ഫയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഫയർ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പായി പോലീസ് അവിടെ എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിശദമായി അദ്ദേഹത്തിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്നും സമിതി മൊഴി രേഖപ്പെടുത്തും. ഇന്ന് തന്നെ ആ മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടായേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40.
ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര ഇന്ന് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനത്തേക്ക്. ഇന്ന് മുതൽ 3 ദിവസം എറണാകുളം ജില്ലയിൽ വിവിധ മേഖലകളിൽ യാത്രാ പര്യടനം നടത്തും. ജില്ലയിലെ മലയോര മേഖലയായ മൂവാറ്റുപുഴയ്ക്ക് സമീപത്തെ വാഴക്കുളത്താണ് ജില്ലയിലെ ലഹരിക്കെതിരായ പോരാട്ടം തുടങ്ങുന്നത്. കേരളത്തിൽ അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസായ മെട്രോ നഗരം, ലോകോത്തര പശ്ചാത്തല സൗകര്യങ്ങളോടെ വികസിച്ചു വരുന്ന കൊച്ചി ഇന്ന് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിൽ ആഴത്തിൽ വേരുകളുള്ള കൊച്ചി ജൂതന്മാർ, കൊങ്കിണികൾ, ഗുജറാത്തികൾ തുടങ്ങി വിവിധ ഭാഷാവംശ്യ സമൂഹങ്ങൾ വാണിജ്യാവശ്യങ്ങൾക്കായി കൊച്ചിയിൽ പതിയെ നിലയുറപ്പിച്ചു. നഗരം വളർന്നതോടെ ലഹരിയുടെ ആഗോള ശൃംഖലയിലെ കണ്ണിയായി കൊച്ചിയും മാറി. ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്ന നഗരമാണ് കൊച്ചി. ലഹരിക്കെതിരെ മറ്റൊരു പോരാട്ടത്തിന് മലയാളികളെ സജ്ജരാക്കുകയാണ് SKNന്റെ കേരള യാത്ര. 3 ദിവസത്തെ പര്യടനമാണ് ജില്ലയിൽ. ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 30-ന് അങ്കമാലിയിൽ സമാപിക്കും. കേരളത്തിന്റെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കുന്ന ഇന്നത്തെ മോർണിംഗ് ഷോ മൂവാറ്റുപുഴ ടൗണിലും പിറവം ചിന്മയ വിശ്വവിദ്യാപീഠത്തിലും എത്തും. വൈകിട്ട് 7:30-ക്ക് മരട് കൊട്ടാരം ജംഗ്ഷനിലാണ് ആദ്യ ദിനത്തെ യാത്ര അവസാനിക്കുക. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്ന് 2ാം ദിനം ആരംഭിക്കും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ അണിനിരക്കും. ലഹരി വിരുദ്ധ സന്ദേശവുമായി നഗരം ചുറ്റുന്ന യാത്ര 2ാം ദിനം ആലുവയിൽ സമാപിക്കും. ചരിത്രമുറങ്ങുന്ന തൃപ്പൂണിത്തുറയിൽ നിന്നാണ് 3ാം ദിനം യാത്ര ആരംഭിക്കുക. സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന യാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടനം 30-ന് വൈകിട്ട് അങ്കമാലിയിൽ സമാപിക്കും. തുടർന്ന് 31-ന് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 24 കൊച്ചി. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും അത് ലഭ്യമാണ്. ജമ്മുകശ്മീർ കത്വയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. കത്വയിലെ ജുത്താന മേഖലയിൽ ഇന്നലെ രാവിലെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിശോധന തുടരുന്നുണ്ടായിരുന്നു ഭീകര സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ. ഇന്നലെയും അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. വ്യാപകമായ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്, പുതിയ വിവരങ്ങൾ എന്താണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, ജമ്മു കശ്മീരിലെ കത്വയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടെ 3 തവണ ഏറ്റുമുട്ടൽ ഉണ്ടായി 2 ഇടങ്ങളിലായി. ഇന്നലെ ജുത്താന മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി ജുത്താനയിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടലിനിടെയാണ് 3 പോലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചത്. ഒപ്പം തന്നെ 2 ഭീകരരെ വധിച്ചു. ഈ ഓപ്പറേഷനിടെ 5 സൈനികർ, അതിൽ ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനടക്കമുള്ള 5 സൈനികർക്ക് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹിരാനഗർ മേഖലയിലാണ് 6 ദിവസം മുമ്പ് തെരച്ചിൽ ആരംഭിച്ചത്. ഇവിടെ നിന്നും 26 കിലോമീറ്റർ അകലെയുള്ള ജുത്താനയിൽ ഭീകരവാദി സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ മേഖലയിലേക്ക് സൈനികർ മാറുകയും അവിടെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. അതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും 3 പോലീസ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് കൂടുതൽ സൈനികരെ ഈ പ്രദേശത്ത് തെരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ട്. ഭീകരരെ തുടച്ചു നീക്കുക പൂർണ്ണമായും എന്ന ഉദ്ദേശത്തോടെയുള്ള തെരച്ചിൽ, വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് പ്രദേശത്ത് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ സഖ്യത്തിൽ ധാരണ. വിഷയത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ കഴിഞ്ഞ ദിവസം സ്പീക്കർ ഓം ബിർളയെ കണ്ട് കത്ത് നൽകിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറെ ഉടൻ തിരഞ്ഞെടുക്കണം എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് കത്ത്. ലോക്സഭയിൽ തുറമുഖ ബില്ല് ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അവതരിപ്പിക്കും. രാജ്യത്തെ വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഷാഫി പറമ്പിൽ MPയുടെ സ്വകാര്യ ബില്ലും ലഹരിമരുന്ന് ദുരുപയോഗത്തിനെതിരായ ET മുഹമ്മദ് ബഷീർ MPയുടെ സ്വകാര്യ ബില്ലും ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള BJPയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഭാരവാഹി തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. ഏപ്രിൽ പകുതിക്ക് മുമ്പായി സംസ്ഥാനതലത്തിൽ BJPയുടെ പുതിയ ടീം നിലവിൽ വരും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കോർ കമ്മിറ്റിയിലടക്കം പഴയ ചുമതലക്കാരിൽ പകുതി ആളുകളെ നിലനിർത്തി ബാക്കി പുതുമുഖങ്ങളെയും യുവാക്കളെയും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്തും എന്നാണ് വിവരം. 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുമുള്ളതായിരിക്കും. 10 വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പുതിയ സമിതിയിൽ ഉണ്ടാകും.
സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം 47-ാം ദിവസം. 3 ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്ക് കടന്നു. ശൈലജ എസ്, ബീന പീറ്റർ, അനിത കുമാരി എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ആശാ സമരത്തിന്റെ ഭാഗമായി കോട്ടയത്തും കോഴിക്കോട്ടും ഇന്ന് പ്രതിഷേധങ്ങൾ നടക്കും. കോട്ടയം കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ചും കോഴിക്കോട്ട് ഐക്യദാർഢ്യ സമ്മേളനവുമാണ് നടക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തുടക്കമാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ. എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണം എന്നാണ് വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിച്ചുകൂട്ടുന്നവർക്ക് ആവശ്യപ്പെടാനുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്കുള്ള സ്നേഹഭവനങ്ങളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 434 വീടുകൾ നിർമ്മിക്കും. 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് വീടുകളുടെ നിർമ്മാണം. 2 ബെഡ്റൂമുകൾ, ഡൈനിങ് ഹാൾ, സിറ്റ് ഔട്ട്, റീഡിംഗ് റൂം, ബാത്റൂം, അടുക്കള, വർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളുണ്ടാകും. ഒറ്റനില വീടുകളാണ് നിർമ്മിക്കുന്നതെങ്കിലും ഭാവിയിൽ ഇരുനിലയാക്കാൻ കഴിയും വിധം അടിത്തറ ശക്തമാക്കും. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായതോടെ 8 മാസത്തോളമായി വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവർ വലിയ പ്രതീക്ഷയിലാണ്. ഇവിടെ സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കാണാൻ. സന്തോഷം തന്നെ. വീട് ഇത് സ്ഥലം കണ്ടുമ്പോൾ തന്നെ ഞങ്ങൾ പള്ള നിറഞ്ഞു. അതേമാതിരി ഞങ്ങൾക്ക് വീടാട്ടെ. പട്ടിക വിപുലീകരിക്കണമെന്നും അർഹരായ മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സന്തോഷത്തിന് പിന്നെ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നുണ്ട്, അതും കൂടെ ഉൾപ്പെടണം. ടൗൺഷിപ്പിൽ വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, മാർക്കറ്റ്, അംഗൻവാടി, കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാകും. വിപുലമായ സൗകര്യങ്ങളോടെയാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഡിസംബറോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വയനാട് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. എമ്പുരാനെ വരവേറ്റ ഓസ്ട്രേലിയൻ മലയാളികളും. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ചിത്രമായ എമ്പുരാൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. നമുക്കറിയാം, മലയാള സിനിമയുടെ സമീപകാല ചരിത്രത്തിൽ ഇത്രയേറെ ബിൽഡപ്പ് കിട്ടിയ ഒരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഓസ്ട്രേലിയയിലെ മലയാള സിനിമാ പ്രേമികൾ അത്രയേറെ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത്. സിനിമയ്ക്ക് വലിയ സ്വീകരണമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും കറുത്ത നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഇവിടെ സിനിമാ പ്രേമികൾ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. വലിയ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ പടം, അതും ഫസ്റ്റ് ഷോ, ആവേശം തന്നെ. എന്തെല്ലാം പ്രതീക്ഷകളാണ് നിങ്ങൾക്കുള്ളത് സിനിമയെക്കുറിച്ച്? മലയാള സിനിമയിൽ പുതിയൊരു റെക്കോർഡ് മോഹൻലാൽ എന്തായാലും ഈ ലൂസിഫറിലൂടെ സൃഷ്ടിച്ച് കഴിഞ്ഞതാണ്. ഈ പ്രാവശ്യം അതിനൊരു ഇരട്ടി മധുരം നേരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരുക്കങ്ങൾ എങ്ങനെ സിനിമയെ ആവേശം? ഞങ്ങളിപ്പോൾ ഇവിടെ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് നാട്ടിലെ പോലെ തന്നെ ഒരു ചെണ്ടമേളം, ഫാൻ ഷോസ് ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയയിലത്തെ ഫാൻ ഷോ ആണ്. അതെ, നമ്മളൊരു കേക്ക് കട്ടി, അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ചെണ്ടമേളം ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നഖം കൊണ്ടും പുരിയം കൊണ്ടും കണ്ണുകൊണ്ടും ചിരി കൊണ്ടും ചെരിഞ്ഞ ചോളുകൊണ്ടും നമ്മളെ ആസ്വദിപ്പിക്കുകയും നമ്മളിലേക്ക് സംവേദിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ലാലേട്ടൻ. Experience in all of your life, but simultaneous release with Kerala. മുത്തുകളായ 3 പേരെ പരിചയപ്പെടണം. അതിന് വളരെ സന്തോഷം. നമുക്കൊരു വീഡിയോ കോൾ ഉണ്ട്. ആരൊക്കെ ഉള്ളതെന്ന് അറിയത്തില്ല. വളരെ അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു, സൂപ്പർ, നല്ല സൂപ്പറാണ്. സിനിമയിലുണ്ടായിരുന്നു ഇടുക്കി, അടിപൊളി സാധനം പൊളി. Can't wait for the third part. അടിപൊളി പടം. തൊടുപുഴയിലെ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതി ആഷിഖിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ബിജുവിനെ കൊലപ്പെടുത്താൻ 6 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ആര് വഴിയാണ് ആഷിഖിന് കൊട്ടേഷൻ കിട്ടിയതെന്നും
പണം കൈമാറിയത് സംബന്ധിച്ച വിവരങ്ങളും കണ്ടെത്താനാണ് പോലീസിന്റെ തീരുമാനം. കൂടുതൽ ആളുകൾക്ക് കേസുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ബിജുവും ജോമോനും തമ്മിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച് ബന്ധുക്കളുടെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ച് മറ്റ് 3 പ്രതികളായ ജോമോൻ, ജോമിൻ, മുഹമ്മദ് അസ്ലം എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 5 ദിവസത്തേക്കാണ് ആഷിഖിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കേസിലെ നിർണായക തെളിവായ കത്തി ഇന്നലെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൈയിലും കാലിലും ബിജുവിനെ കുത്തി മുറിവേൽപ്പിച്ചു എന്ന് ആഷിഖ് മൊഴി നൽകിയിരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബന്ധുക്കൾക്കെതിരെ കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യാശ്രമം നടത്തിയ റിട്ടയർഡ് SI ചികിത്സയിലിരിക്കെ മരിച്ചു. വെണ്ണിയൂർ നെല്ലിവിള നിമ്മി ഭവനിൽ S സത്യനാണ് മരിച്ചത്. സാമ്പത്തിക ഇടപാടിൽ ബന്ധുക്കൾ കള്ളക്കേസിൽ കുടുക്കിയെന്നും ബന്ധു കയ്യേറ്റം ചെയ്തുവെന്നും കുറിപ്പെഴുതി വെച്ച ശേഷമാണ് കഴിഞ്ഞ 25-ന് ആത്മഹത്യാശ്രമം നടത്തിയത്. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. You are watching 24. കോഴിക്കോട് താമരശ്ശേരി ചുരം 6-ാം വളവിൽ ടൂറിസ്റ്റ് ബസ് കുടുങ്ങി. ഗതാഗതം തടസ്സപ്പെട്ടു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇതിങ്ങനെ തുടർച്ചയായ സംഭവമായി മാറുന്നു. എന്താണ് സംഭവിച്ചത്? ഈ പ്രതിസന്ധി നീക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അഭിജിത്ത്? പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ചുരം 6-ാം വളവിൽ ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയത്. സാങ്കേതിക തകരാറ് കാരണമാണ് ടൂറിസ്റ്റ് ബസ് അവിടെ കുടുങ്ങിപ്പോയത്. തുടർന്ന് അതിന്റെ തടസ്സം പരിഹരിക്കാൻ, അതിന്റെ തകരാറ് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ആ ഘട്ടം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്രെയിൻ എത്തി അതിനെ അവിടെ നിന്ന് നീക്കണം എന്നുള്ളതാണ്. ഇലക്ട്രീഷ്യനെ അവിടേക്ക് എത്തിച്ചിരുന്നു. അവർ പറയുന്നതനുസരിച്ച് ക്രെയിൻ എത്തി അതിനെ അവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഈ തടസ്സം അവിടെ നിന്ന് ഒഴിവാവുകയുള്ളൂ. വലിയ ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സാണ്. അത് ഏതാണ്ട് ഈ റോഡിന്റെ, ഈ ചുരത്തിന്റെ പകുതി മുക്കാൽ ഭാഗത്തോളം അത് അവിടെ കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ചുരത്തിലൂടെ കടന്നു പോകുന്നത്. കൂടാതെ അടിവാരം മുതൽ ലക്കിടി വരെ വലിയ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ക്രെയിൻ എത്തി ആ ടൂറിസ്റ്റ് ബസ് അവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഗതാഗതം ശരിയായ നിലയിലാവുകയുള്ളൂ. TK, ശരി, ബസിന്റെ സാങ്കേതിക പ്രശ്നമാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പരിഹരിക്കാനുള്ള, സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം ഒരു ഭാഗത്തുണ്ടാവുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ബസ്സിനെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവായ സന്തോഷിനെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വ്യാപിപ്പിക്കുകയാണ്. ജില്ലകളിൽ പരിശോധന തുടരുകയാണ്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, ഈ കൊലപാതകത്തിന്റെ വിവരം പുറത്തു വന്ന ഉടനെ തന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചും പോലീസിന് വ്യക്തത വരുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രതികളെ പിടികൂടാനുള്ള ശ്രമം, തൊട്ടരികെ പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് തുടർന്ന് ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് വലവിരിക്കുന്നത്? റിജിത്ത്, 5 വർഷത്തെ കുടിപ്പകയ്ക്കൊടുവിൽ നടന്ന നിഷ്ഠൂരമായ ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന്റെ ഒരു ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തുന്നു. ഒരാൾക്ക് പരിക്കേറ്റ് അയാൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇത്രയും നിഷ്ഠൂരമായ ഒരു സംഭവം നടന്നിട്ടും 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. ഇത് വലിയ രീതിയിൽ പോലീസിന് പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ഈ പ്രതികൾ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചുള്ള എല്ലാ വിശദമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രതികളെത്തിയ വാഹനം ഉൾപ്പെടെ ലഭിച്ചു. എന്നിട്ടും പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും ലഭിച്ചു. പരിക്കേറ്റ് കഴിയുന്ന അനീർ കഴിഞ്ഞ ദിവസം തന്നെ ആക്രമിച്ചത് അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്ന് കൃത്യമായി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പോലീസ് കൃത്യമായി പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എന്നാൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പല പോലീസുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സിറ്റി റൂറൽ ലിമിറ്റിലുള്ള പോലീസുകാരല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രതികളിലേക്ക് ട്രേസ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നതെങ്കിലും അത്തരത്തിലേക്ക് ഒരു സംഭവത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പ്രതികളെ പിടികൂടിയേക്കുമെന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അത് മുഖം രക്ഷിക്കാൻ വേണ്ടി പോലീസ് പറയുന്നതാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിന് പോലീസിന്റെ പ്രതികളെത്തിയ വാഹനം ഉൾപ്പെടെ എല്ലാ
വിശദമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഗുണ്ടാ കുടിപ്പക തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. പ്രതികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവർ പ്രതികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ കൃത്യമായി ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഇവരുമായി ബന്ധമുള്ള ആളുകളെ, വാഹനം വാടകയ്ക്കെടുത്ത ആളുകളെ എല്ലാം തന്നെ വ്യക്തമായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇനി ഇവരിലേക്ക് എത്തിച്ചേരേണ്ട ഒരു പ്രതികളെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതേസമയം ഇന്ന് ജിം സന്തോഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ പ്രതികളെ പിടികൂടിയേക്കുമെന്നും ഒരു സൂചന ലഭിക്കുന്നുണ്ട്. സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ പ്രതികൾക്ക് വേണ്ടിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. പ്രതികൾ ആരാണ് എന്ന കാര്യം തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനകം പിടികൂടും എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. IPL നിന്ന് ധോണിയും കോഹ്ലിയും നേർക്കുനേരെത്തുകയാണ്. രാത്രി 7:30 ചെപ്പോക്കിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. ഇരു ടീമുകളും ആദ്യ മത്സരം ജയിച്ചിരുന്നു. ചിരവൈരികളായ മുംബൈയെ തകർത്ത് സ്വന്തം മടയിൽ കാത്തിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്, നിലവിലെ ജേതാക്കളെ മുട്ടുകുത്തിച്ചെത്തുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ചെപ്പോക്കിലേക്ക് കാണികൾ ഒഴുകും. തമ്മിലേറ്റുമുട്ടിയ പോരാട്ടങ്ങളിൽ മുൻതൂക്കം ചെന്നൈ സൂപ്പർ കിങ്സിന്. 33 മത്സരങ്ങളിൽ 21 ജയിച്ചത് CSK. ബൗളിംഗ് നിരയിലാണ് ചെന്നൈയുടെ പ്രതീക്ഷ. നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ സഖ്യം ബംഗളൂരു ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുമെന്നാണ് അവർ കരുതുന്നത്. വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട്, രജിത് പട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ഏത് ബൗളിംഗ് നിരയെയും അടിച്ചു പരത്താനുള്ള കഴിവ് ബംഗളൂരു ബാറ്റിംഗ് ലൈനപ്പിനുണ്ട്. റൺ റേറ്റിലെ നിസ്സാര പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ ചെന്നൈ സൂപ്പർ കിങ്സിനെ പിന്തള്ളി RCB പ്ലേ ഓഫിലെത്തിയത്. മറ്റൊരു ധോനി കോഹ്ലി പോരിനുകൂടി കളമൊരുങ്ങുമ്പോൾ ആ കടം കൂടി വീട്ടാനാകും ചെന്നൈയുടെ ശ്രമം. ക്ലാസിക് പോരാട്ടം നടക്കുന്ന ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.